CC ഓണം നല്ലോണം പഠിച്ചോണം. എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുള്ള ഒരു റിപ്ലൈ ആണ്. നമ്മുടെ ഗ്രൂപ്പുകളിലാണെങ്കിലും പേഴ്സണലായിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചു പോയ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഒരു ചെറിയ വീഡിയോയിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന കേരള PSC നടത്തുന്ന ഏറ്റവും വലിയ ഒരു മത്സര പരീക്ഷയാണ് ഏത്? LDC എന്ന് പറയുന്ന പരീക്ഷ. സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന, അതായത് നമ്മൾ സർവീസിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വലിയ പ്രൊമോഷൻ സാധ്യതകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ കാലം നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. LDC 2026 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വന്ന് 2027 ആദ്യ പകുതിയിൽ പരീക്ഷ നടന്ന് 2028 കൂടി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന ആ വലിയ ഒരു നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുവാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഭേദപ്പെട്ട നിയമനങ്ങളൊക്കെ നടക്കുമോ? നിലവിലെ റാങ്ക് ലിസ്റ്റിലെ വളരെ കുറച്ചു പേർക്ക് മാത്രമല്ല നിയമനം നൽകിയിട്ടുള്ളൂ എന്നതുൾപ്പെടെയുള്ള ഒരുപാട് ആശങ്കകൾക്കൊടുവിലാണ് നമ്മളുടെ ഒരു പഠനം തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇന്നങ്ങ് പരിഹരിക്കാം. ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് LDC 2027 എന്ന് പറയുന്ന പരീക്ഷ. 2027 പരീക്ഷ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ LDC 2027 എന്ന് കൊടുത്തത്. 2026 അവസാനത്തോടു കൂടിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വരുവാൻ ഇനി ഏകദേശം 6 മാസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയാതെ പോകരുത്. മക്കളെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട്, ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, പ്രിലിംസ് മെയിൻസ് ഒന്നുമില്ല. നിങ്ങളൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ ആണെങ്കിൽ വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാവുന്നതാണ്. 2026 ഡിസംബർ 31 വരുന്ന ഗസറ്റിൽ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ 2027 ആദ്യ പകുതിയിൽ പരീക്ഷ നടന്ന് 2028 ഓഗസ്റ്റ് മാസത്തോടു കൂടി നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ആ റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 100-നകത്തേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കണം. 14 ജില്ലകളുടെ പരീക്ഷയാണ്. ഓരോ ജില്ലയ്ക്ക് ഓരോ പരീക്ഷയാണ്. നിങ്ങൾ കൊല്ലം ജില്ല ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊല്ലം ജില്ലയുടെ റാങ്ക് പട്ടികയിൽ നിങ്ങൾ ആദ്യത്തെ 100-നകത്ത് വരണം. അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മലപ്പുറം ജില്ലയുടെ LDC പരീക്ഷയുടെ റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ നമ്മുടെ പേര് ആദ്യത്തെ 100-നകത്ത് വരണം. ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പഠിച്ചു പോകുവാൻ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ, ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കുമോ എന്നുള്ളത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. മക്കളെ, നിങ്ങൾക്ക് റിസർവേഷൻ ഒന്നും ഇല്ല. നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്, EWS ജനറൽ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. 2/1/1986 മുതൽ 1/1/2008 വരെ ജനിച്ച മുഴുവൻ ആളുകൾക്കും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്, മുസ്ലിം അല്ലെങ്കിൽ ഈഴവ, തീയ, ബില്ലവ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2/1/1983 മുതൽ 1/1/2008 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് പുതുക്കിയ പ്രായപരിധിയാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ SC/ST വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയോ അല്ലെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് പോയവരോ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് SC/ST സംവരണം കിട്ടും. 2/1/1981 മുതൽ 1/1/2008 വരെ ജനിച്ച മുഴുവൻ പേർക്കും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം, പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ
നിങ്ങളുടെ 10ാം ക്ലാസ് എന്ന് പറയുന്ന യോഗ്യതയും ഈ പ്രായപരിധിയും കൂടെ രണ്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മക്കളെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നിലവിലെ റാങ്ക് ലിസ്റ്റിലെ ഭേദപ്പെട്ട നിയമനങ്ങൾ നടന്നില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യത തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനി ഒരു 1.5 വർഷം കൂടി നിലനിൽക്കുമ്പോൾ അത് ഒരു മോശപ്പെട്ട റാങ്ക് ലിസ്റ്റ് ആയിട്ട് മാറത്തില്ല, ഭേദപ്പെട്ട നിയമനങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഒരു 10-25% ആൾക്കാർക്കെങ്കിലും നിയമനം കൊടുക്കേണ്ട ഒരു പരീക്ഷയായിരുന്നു. 10% അടുത്ത് മാത്രമേ ഇതുവരെയും അഡ്വൈസ് പോയിട്ടുള്ളൂ. അതൊരു വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. റാങ്ക് ഹോൾഡേഴ്സ് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവര് മന്ത്രിമാരെയും അതേപോലെ ജനപ്രതിനിധികളെയൊക്കെ നേരിട്ട് കണ്ട് അവര് നിവേദനങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ഒഴിവുകൾ വരുന്ന അവിടെ ആ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുവാനുള്ള തീരുമാനങ്ങളുമായിട്ടും പ്രവർത്തനങ്ങളുമായിട്ടും ഒക്കെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതൊരു ഭാഗത്തുകൂടി വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ തുടങ്ങണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഓരോരുത്തരും ഒരു കേരള സർക്കാരിന്റെ ആ ടാഗ് അണിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്, അല്ലേ? നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കുക, ഓണക്കാലത്ത് ഒരു ബോണസ് വാങ്ങിക്കുക, അതുപോലെയൊക്കെ ഉള്ള നല്ല നല്ല സുന്ദര നിമിഷത്തിന് സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ പഠനം തുടങ്ങിയതും പഠിച്ചു തുടങ്ങിയതും എല്ലാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പിറകിന് പോകാതെ, പരീക്ഷ നടക്കും, നോട്ടിഫിക്കേഷൻ വരും, റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും, നിങ്ങൾ ആദ്യത്തെ 100-നകത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കുവാനുള്ള കർമ്മ പരിപാടികളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾ സാധാരണ ഈ പറയുന്ന പോലെ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു 700ാമത്തെ റാങ്കോ അല്ലെങ്കിൽ 800ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കോ അഡ്വൈസ് കിട്ടുമായിരുന്നു. പക്ഷെ മുമ്പോട്ട് പോകുന്തോറും അത് ഏത് സർക്കാരാണെങ്കിലും മുമ്പോട്ട് പോകുന്തോറും ഈ പറയുന്ന രീതിയിലെ എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട രീതിയിലുള്ള ഒരു നിയമന നിലയിൽ അങ്ങനെ ഒരു ഇതുണ്ടാവത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ 100-നകത്തേക്ക് വരുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം 6 മാസം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, പിന്നെ ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ പരീക്ഷ നടക്കും. സോ ചുരുക്കി പറഞ്ഞാല് 11 മാസം അല്ലെങ്കിൽ 12 മാസത്തെ സമയം മാത്രമാണ് അടുത്ത LDC പരീക്ഷയ്ക്ക് എക്സാം ഹാളിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിലവിലെ റാങ്ക് ലിസ്റ്റിലെ ഭേദപ്പെട്ട നിയമനങ്ങൾ നടത്തേണ്ടത് അത് റാങ്ക് ഹോൾഡേഴ്സ് വളരെ ഭംഗിയായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 2028 നിലവിൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. അത് 2031 വരെ ഉണ്ടാകും. ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100-നകത്തേക്ക് വരുവാൻ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഞാൻ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും പഠിച്ചു തുടങ്ങി. അതായത് നെഗറ്റീവായിട്ട് ന്യൂസുകളുടെ പുറകിന് പോകുന്ന നമ്മൾ മാത്രമോ? നമ്മൾ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ പുറകിന് പോവുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക, ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തുക. എന്നിട്ട് നിയമനം നടക്കുന്നില്ലെങ്കിൽ സർക്കാരിനോട് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് എനിക്ക് നിയമനം തരുന്നില്ല? എന്റെ LDC റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് 7 ആണ്, എന്തുകൊണ്ട് എനിക്ക് നിയമനം കിട്ടിയില്ല? എന്റെ റാങ്ക് 17 ആണ്, എന്തുകൊണ്ട് എനിക്ക് നിയമനം കിട്ടിയില്ല? എന്റെ റാങ്ക് 23 ആണ്, എന്തുകൊണ്ട് എനിക്ക് നിയമനം തരുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ ഒരു വാല്യൂ ഉണ്ട്. അതേസമയം എന്റെ റാങ്ക് 937 ആണ്, എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് നിയമനം തരുന്നില്ല എന്ന് ചോദിച്ചാല് എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ അതിനകത്തൊരു വിലയില്ല. അതുകൊണ്ട് ആദ്യത്തെ 100-നകത്തേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യത്തിലേക്ക് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്
എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയും തരാം. ഒരു 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണടാ PS നടത്തുന്നത്. അതിനകത്ത് ഒരു 10-80 മാർക്ക് അടിക്കണം നമുക്ക്. അതാണ് നമ്മുടെ ലക്ഷ്യം. മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, കറണ്ട് അഫേഴ്സ് 20 മാർക്ക്. 50 മാർക്കായോ? ആ 50 മാർക്കിൽ നിന്നും പരമാവധി മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ആ 50 മാർക്കിനകത്ത് നിങ്ങൾ കയറി പിടിക്കണം. ആ 50-നകത്ത് ഒരു 10-42 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ലക്ഷ്യം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കും. പിന്നെ നമുക്കുള്ളത് ബാക്കിയുള്ള അതർ GK ആണ്. ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുണ്ട്, ആർട്സ് ഉണ്ട്, IT ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളാണ്. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പഠനം കൂടി നടത്തി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് സിലബസിന്റെ 30% കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു വലിയ ദൗത്യത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ 2027 LD പരീക്ഷ കഴിയുമ്പോൾ സാറേ എനിക്ക് 81 മാർക്കുണ്ട്, എനിക്ക് 82 മാർക്കുണ്ട്, എനിക്ക് 83 മാർക്കുണ്ട്, എനിക്ക് 85 മാർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കത്തില്ല. അപ്പൊ എല്ലാവരും ഈ ഓണക്കാലത്തെ ഇടയിൽ പോലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി, ഊർജ്ജസ്വലതയോടുകൂടി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അടുത്ത LDC പരീക്ഷയ്ക്ക് വളരെ ഭംഗിയായിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സിലബസിനകത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ SCERT പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ ഉൾപ്പെടെയുള്ള CCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരും അതേപോലെ റിസർച്ച് വിങ്ങിലിരിക്കുന്ന ആൾക്കാരും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് 2021 മുതൽ 2026 വരെ നീണ്ടു നിന്നു പോയ ഒരു 10th പ്രിലിംസ്, 10th മെയിൻസ്, +2 പ്രിലിംസ്, +2 മെയിൻസ് പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളെല്ലാം ക്ലാസ്സിൽ പരിചയപ്പെടുത്തി ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എന്നതുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് പഠനം തുടങ്ങണോ എന്നുള്ള ആ ഒരു ഡൗട്ട് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഉറച്ച തീരുമാനത്തോടു കൂടി അടുത്ത LDC പരീക്ഷയ്ക്ക് എല്ലാ ദിവസങ്ങളിലും ഞാൻ ഒരുപാട് സമയം പഠിച്ചില്ലെങ്കിലും എല്ലാ ദിവസങ്ങളിലും ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഉറച്ച തീരുമാനം വേണം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരേ ഒരു 100 മാർക്കിന്റെ ഒരൊറ്റ OMR പരീക്ഷ മാത്രമാണ് എവിടെ ഉള്ളത്. നമ്മുടെ ലക്ഷ്യം മൊത്തം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് 50 മാർക്കുണ്ട് അവിടെ. അതിനകത്ത് നിന്നും പരമാവധി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനിയും പഠനം തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാരണം കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷകൾക്ക് പ്രിലിംസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരുപാട് പേർ എന്നോട് പറഞ്ഞത്, സാറ് 1 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അതേടാ ഞാൻ 1 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 അവസാനത്തോടു കൂടി മെയിൻസ് പരീക്ഷയും നടക്കൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ആ ഒരു പ്ലാൻ മുമ്പിൽ കണ്ടുകൊണ്ട് അന്ന് പഠനം തുടങ്ങി വളരെ ഭംഗിയായിട്ട് ഇനി ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ, ദീർഘവീക്ഷണത്തോടു കൂടി ഒരു അധ്യാപകൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പിന്നീട് കുറ്റബോധത്തോടു കൂടി അയ്യോ സാറേ എനിക്ക് അന്നങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതുകൊണ്ട് മടിച്ചു നിൽക്കരുത്, ഇനിയും സമയമുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മുടെ ഇവിടെ ഒരു ഗ്യാങ് അല്ലേ ഉണ്ടാകുന്നത്. നിങ്ങളെ നയിക്കുവാൻ ഞാൻ ഉൾപ്പെടെയുള്ള
CC-യിലെ മുഴുവൻ അധ്യാപകരും നിങ്ങളെ നയിക്കാൻ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആണല്ലോ നിങ്ങളുടെ പേടി സ്വപ്നം. മാത്സ് കൈകാര്യം ചെയ്യാൻ ഞാനുണ്ടാവും, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ശ്രീകല മിസ് ഉണ്ടാവും, മലയാളം വിഷയം കൈകാര്യം ചെയ്യാൻ രേവതി മിസ്സും ഉണ്ടാവും. ഒരു വലിയൊരു ഗ്യാങ് ആണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ നിന്നുള്ള പരമാവധി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും. ഒരു ആശങ്ക അവിടെ വരുന്നില്ല. നമ്മുടെ ലക്ഷ്യം മൊത്തം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ മാർക്ക് നിങ്ങളെ കൊണ്ട് നേടിയെടുപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ്. അത് ഞങ്ങളുടെ റിസൾട്ടാണ്. LDC പരീക്ഷയിലെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന സമയത്ത് ഞങ്ങൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ 7ാമത്തെ റാങ്ക്, 8ാമത്തെ റാങ്ക്, 13ാമത്തെ റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന വലിയൊരു സന്തോഷം. ആ ഒരു സന്തോഷം തന്നെയാണ് കഴിഞ്ഞ 10-14 വർഷങ്ങളിലായിട്ട് അധ്യാപക മേഖലയിൽ തന്നെ എന്നെ പിടിച്ചു നിർത്തുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ വിജയം തന്നെയാണ് ഞങ്ങളുടെ ഓരോ അധ്യാപകരുടെയും വിജയം എന്ന് പറയുന്നതും സ്ഥാപനത്തിന്റെ വിജയവും ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 2027 LD എന്ന് പറയുന്ന ആ ഒരു വലിയ ദൗത്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. മെയിൻ ഫാക്ടർ എന്ന് പറയുന്ന കൺസിസ്റ്റൻസിയാണ് മക്കളെ. അവിടെ നിന്നാണ് നമ്മൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ടുകളാക്കി മാറ്റിയെടുക്കുക. ഡ്യൂറേഷൻ ഒരു ദിവസം പഠിക്കുന്നതിലല്ല കാര്യം, എല്ലാ ദിവസങ്ങളിലും പഠിക്കുക. അതിനെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠിക്കുക. ആ ദിവസത്തിനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകണം. 2027 LDC-യിലെ ആദ്യത്തെ റാങ്കുകൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ ഞാൻ ഉൾപ്പെടെയുള്ള CC-യിലെ മുഴുവൻ അധ്യാപകരും നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾ ആ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം. 8590202323 എന്ന് പറയുന്ന ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ LDC ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുക. ആ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നിങ്ങളുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവും. അപ്പൊ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം, ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം, LDC എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. CC ഓണം, നല്ലോണം പഠിച്ചോണം.